സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ നിലമ്പൂരെ സാർ PDPക്ക് എത്ര വോട്ട് കാണും, ജമാഅത്തേക്ക് എത്ര വോട്ട് കാണും? വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഇവർക്ക് രണ്ടുപേർക്കും അവിടെ ഉണ്ടാവുകയുള്ളൂ. നോക്കാം, കണക്കാക്കാവുന്ന ജമാഅത്തിന് ഒരു 10-600 വോട്ട് കാണും, PDPക്കും അതുപോലെ തന്നെ 500 വോട്ട് കണ്ടേക്കാം. എത്ര സാർ? 500. 500. അതിൽ കൂടുതൽ വോട്ടൊന്നും ഞാൻ അതിനകത്ത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുസ്ലിങ്ങൾ എല്ലാവരും ജമാഅത്തല്ലല്ലോ. അതെ, മുസ്ലിങ്ങളെല്ലാവരും PDPക്കാരുമല്ല. ഇതിൽ ഏറ്റവും തീവ്രമായ ചില ധാരണകളുടെ പുറത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഗ്രൂപ്പുകളാണ്. പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പിനുള്ള ഒരു സവിശേഷതയുണ്ട്. അവർ വോട്ട് ആർക്ക് ചെയ്യണം തീരുമാനിച്ചാൽ അവർക്ക് ചെയ്തിരിക്കും. അതുമാത്രമാണ് അതിൻ്റെ അകത്ത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. അതിൽ കൂടുതലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് പ്രസക്തമാണ്. കാരണം 600 വോട്ടും 500 വോട്ടും എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് ഒരു ഘടകമാണ് പരിഗണിക്കപ്പെട്ടേക്കാം. പക്ഷേ ഇവിടെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധനം ഇതിനകത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് UDFനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ PDP എന്ന് പറയുന്നത് LDFനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെയും വോട്ടുകൾ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്തു പോകും. എന്നുവെച്ചാൽ ഇവരെ ആരെയും സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും സപ്പോർട്ട് ചെയ്താൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. പ്രയോജനരഹിതമായ സപ്പോർട്ടായിട്ട് ഈ രണ്ട് സപ്പോർട്ട് മാറിത്തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. 1. 2, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, PDP എന്ന് പറയുന്ന പാർട്ടി നമുക്കറിയാം അതിനൊരു വർഗീയ സ്വഭാവം മാത്രമാണ്. അതുതന്നെയാണ് എന്തിനുള്ളത്, ജമാഅത്തിനുമുള്ളത്. അതെ. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് വശത്തും നിൽക്കുമ്പോൾ ഒരാൾക്ക് മറ്റേ പഴി പറയാനായിട്ടുള്ള അവസരം നഷ്ടമാക്കുന്നതാണ്. ഇപ്പോൾ രണ്ടുപേരും കൂടി UDFൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു ആയിരിക്കാം. അപ്പോൾ LDFന് എന്ത് ചെയ്യാമായിരുന്നു, UDFനെ നന്നായിട്ട് രാഷ്ട്രീയമായിട്ട് പരിക്ക് പറ്റുന്ന രീതിയിൽ പരിഹസിക്കാൻ കഴിയുമായിരുന്നു. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ PDPയും അതുപോലെ ജമാഅത്തും പോയിട്ട് LDFൻ്റെ ഒപ്പം നിൽക്കുകയാണെന്ന് വെച്ചാൽ UDFനും ഇതൊക്കെ ചെയ്യാമായിരുന്നു, തിരിച്ചങ്ങോട്ടും ചെയ്യാം. ഇത് ആ സാധ്യതയും നഷ്ടപ്പെടുത്തി. 2 സാധ്യതകളാണ് തന്നെ നഷ്ടപ്പെടുന്നു. 1, വോട്ട് കൊണ്ടുള്ള ഗുണം അത് നഷ്ടപ്പെടുന്നു. 2, രാഷ്ട്രീയം പറയാനായിട്ടുള്ള അവസരം നഷ്ടപ്പെടുന്നു. അങ്ങനെ 2 രീതിയിലും നഷ്ടം 2 മുന്നണികൾക്കും സൃഷ്ടിക്കുന്ന ഒരു പ്രതീകമാണ് ജമാഅത്തും അതേപോലെ തന്നെ PDPയും ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം. UDFന് ഗുണം ചെയ്യൂലേ? ജമാഅത്തിലെ വോട്ട് 1000 വോട്ട് ഗുണം ചെയ്യൂലേ? അല്ല, അത് ഏതാണ്ട് തുല്യമായിട്ടേ വരാൻ സാധ്യതയുള്ളൂ. 600 വോട്ട് പോലും വരത്തില്ലല്ലോ PDPക്ക്. അല്ല, അത് മിക്കവാറും ഏതാണ്ട് സമാനമായി നമുക്ക് കണക്കാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിൽ കൂടുതലൊന്നും വലിയ ഇമ്പോർട്ടൻസ്. തങ്ങൾ PDPക്ക് പെട്ട പാർട്ടിയാണെന്നാണ് PDP പറയുന്നത്. എന്തർത്ഥത്തിലാണ്? സത്യത്തിൽ ഈ LDFും UDFും എന്തിനാണ് ഇവരുടെയൊക്കെ സപ്പോർട്ട് വാങ്ങിക്കാൻ നടക്കുന്നത്? ഇലക്ഷനല്ലേ, ഒരു വോട്ടെങ്കിലും മേടിക്കാം. അല്ല, അത് ആർക്കെങ്കിലും ചെയ്ത് എവിടെയെങ്കിലും പോട്ടെ അവൻ്റെ വോട്ട്, അവൻ ഈ പെട്ടിയിലിടണ്ട എന്ന് പറയാൻ പറ്റണം. അപ്പോൾ നേരത്തെ ജമാഅത്തിൻ്റെയും അതുപോലെ SDP-യുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് ആര് പറഞ്ഞിരുന്നു? CPM പറഞ്ഞു. അതുപോലെ PDPയുടെയും വേണ്ടെന്ന് പറയാവുന്നേ ഉള്ളൂ. അല്ല സാർ, ഇനി ഇവരെന്താണ്, ഇവർ പരിശോധനയൊക്കെ നടത്തുമ്പോൾ ഇവർ ചിലപ്പോൾ കരുതിയിരിക്കും PDPക്ക് കുറേ അധികം വോട്ടുണ്ട് എന്നൊക്കെ ചിലപ്പോൾ കരുതിയിരിക്കാം. അല്ലാതെ എന്താണ് ഇതിൻ്റെ പ്രസക്തിയുള്ളത്? ഒരു പ്രസക്തിയും ഇല്ലാത്ത കാര്യമാണ്. വേറെ എന്താ, ഹിന്ദു മഹാജന സഭ, ഏതാണ്ട് സഭ, മഹാസഭ അല്ലേ, അവർ ഇടപെട്ടോട്ടെ സാർ. ഈ ജമാഅത്തിൻ്റെ സഹായം പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ തേടിയിട്ടുണ്ട് സാർ. അല്ല, പഴയ കഥകൾ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് കഴിഞ്ഞാണല്ലോ. കാരണം ജമാഅത്തേക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സപ്പോർട്ട് ഇവർ നേടിയിട്ടുണ്ട്, ഇവർ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. അത് മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിലൊഴിച്ച് പുറത്തൊക്കെ ജമാഅത്ത് CPMനെ സഹായിച്ചു എന്നാണ് ജമാഅത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശം, അവരുടെ അവകാശം, ഇപ്പോഴത്തെ അവകാശം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഇലക്ഷൻ മാത്രം എടുക്കുക. കാരണം വേറെ കുറേ ഇലക്ഷനിലേക്ക് നമ്മൾ ഈ സ്ഥാനത്ത് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു എത്തുംപിടിയിലുണ്ടാവും. ചർച്ച ചെയ്യുന്നതിന് നമുക്കൊരു എത്തുംപിടി ഉണ്ടാവില്ല. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതിന് കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവും. അതല്ലാണ്ട് നമ്മൾ ഇങ്ങനെ അന്നങ്ങനെ ചെയ്തില്ല ഇന്നിങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളിലേക്ക് എല്ലാം വെറുതെ ഇങ്ങനെ ബ്ലർഡായി പോകും. അതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന 2 കാര്യമാണല്ലോ. ഒന്ന് ജമാഅത്തിയുടെ സപ്പോർട്ടും മറ്റൊന്ന് PDPയുടെ സപ്പോർട്ടും എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ അല്ലെങ്കിൽ പൊതുസമൂഹം പൊതുവെ ഇവരെയൊക്കെ ഒരേപോലത്തെ കക്ഷികളായിട്ട് അപ്പുറത്തുള്ള വശങ്ങളായിട്ട് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരേപോലെയാണ് അവരുടെ പ്രവർത്തന സ്വഭാവം എന്ന് പറയുന്നത്. നമുക്കറിയാം, മദനിയുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ തീ പിടിപ്പിക്കുന്ന പ്രസംഗങ്ങളായിരുന്നു ഒരു സമയത്ത് തുടക്കത്തിൽ. അപ്പം അത് കാല് നഷ്ടപ്പെടാത്ത മദനി. അതെ, ആ പ്രസംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വർഗീയമായിട്ട് വലിയ തീപിടുത്തം നടത്തിച്ച പ്രസംഗങ്ങളായിരുന്നു.
ജമായത്തിൻ്റെ സമീപനങ്ങളും അതേപോലെ തന്നെ തീവ്രമായിട്ട് തന്നെ പോകുന്നതാണ്. ചില സമയത്തൊക്കെ ഇവരൊക്കെ ഉയർത്തുന്ന ചില ആശയങ്ങൾ എന്ന് പറയുന്നത് പൊതു ജനാധിപത്യ സംവിധാനത്തിന് ഗുണകരമായിട്ടുള്ളതുമായിരിക്കും. അതൊക്കെ അതിനകത്ത് മിക്സ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഇവരെപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്ന സംഘങ്ങളാണ്, അതിൻ്റെ കഷ്ണമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. പക്ഷേ സാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അതായത് EK നയനാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ PDP നേതാവ് മദനി പിന്നെ നമ്മുടെ പിന്നെ അദ്ദേഹത്തിന് അടൽ ബിഹാരി വാജ്പേയിയെ കൊല്ലാൻ നോക്കിയിട്ടുള്ള ആടോ എന്നൊരു പൊതുമൈതാനത്തെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി, സാറിന് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു പ്രസംഗം നമ്മുടെ മുൻ മുഖ്യമന്ത്രി നയനാർ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഈ നടക്കുന്ന സംഭവം, അതെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. നേരത്തെ വലിയ രീതിയിൽ പിണറായി വിജയൻ ആക്ഷേപത്തിന് വിധേയമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദനി വേദിയിലേക്ക് കയറി വന്ന സമയത്ത് പിണറായി എഴുന്നേറ്റ് നിൽക്കുന്നു. VS അച്യുതാനന്ദൻ വേദിയിലേക്ക് കയറി വരുന്ന സമയത്ത് ഇയാൾ അനങ്ങുന്നില്ല, അനങ്ങാൻ പാറ പോലെ ഇരിക്കുന്നു. തീർച്ചയായിട്ടും ആളുകളുടെ ഇടയ്ക്ക് വലിയ ചർച്ചയായി പിണറായിക്കെതിരെ പിണറായിയുടെ ഒരു ഇമേജ് ഇല്ലേ വലിയ തരത്തിൽ കളങ്കം ചാർത്തിയ ഒരു സംഭവമായിട്ട് അത് മാറുകയാണ്. അല്ലെങ്കിൽ പിണറായിക്കെതിരെ ആളുകൾ ചിന്തിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അതൊക്കെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നടക്കുകയാണ് പല കാര്യങ്ങളും. ആളുകൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേതാക്കൾ പോയി ചെയ്യുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പാർട്ടി മൊത്തമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യേണ്ട സ്ഥിതികളിലേക്ക് എത്തിച്ചേരും. വളരെ കൃത്യമായിട്ട് ഇവരെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJP ആയാലും ആരായാലും വളരെ അന്തസ്സുള്ളതായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുക. ആളുകൾക്ക് പറഞ്ഞ് നടക്കാനും അണികൾക്ക് പറഞ്ഞ് നടക്കാനും അണികൾക്ക് ആവേശമായിട്ട് മാറാനും അണികൾക്ക് അഭിമാനമായിട്ട് മാറാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവർ പറഞ്ഞ് നടക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിനൊരു അന്തസ് എന്ന് എപ്പോഴും നിലനിൽക്കും, അതിനൊരു ധാർമ്മികത. ഇതെന്താണെന്ന് വെച്ചാൽ സമ്പൂർണ്ണമായിട്ട് ധാർമ്മികത തകർത്ത് അധാർമികമായ പലതരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവരെല്ലാവരും നിർബന്ധിതമായി മാറുകയാണ്. ഇപ്പോൾ പല കാർട്ടൂണുകളും ട്രോളേഴ്സ് വളരെ ആഹ്ലാദത്തിലാണ്. കാരണം എന്താ വെച്ചാൽ PDPയും അതുപോലെ ജമാഅത്തും ഒക്കെ കയറി വന്നിരിക്കുകയാണ്. പാർട്ടിയാണെന്നാണ് PDP പറഞ്ഞത്. അതെ, അപ്പോൾ അത് അനുകമ്പ പിടിച്ചു പറ്റുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതെ, അങ്ങനെയാണ്. പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ അവരുണ്ടാക്കിയിട്ടുള്ള കാര്യം അവരെന്താ മറന്നു പോകുന്നു. അപ്പോൾ അത് അങ്ങനെ രാഷ്ട്രീയത്തിൽ അതൊന്നും പാടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ പീഡനമേൽക്കുന്ന ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എത്രയോ പീഡനം ഏറ്റ ഒരു കാലമുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ പീഡനമേറ്റ എത്രയോ കാലം. സാർ, ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് പാകിസ്ഥാനിലേക്ക് നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് ഈ ജമാഅത്ത് എന്നൊക്കെ MV ഗോവിന്ദൻ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് പറയാനറിയാം അല്ലേ? അതൊക്കെ ഈ മതൗതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനത്തെ നിലപാട് ആ നിലപാടൊക്കെ എന്നും നിലനിർത്തിയാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തെ നമുക്ക് പ്രത്യേക തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വീക്ഷിക്കാനായിട്ട് കഴിയും. ഇവിടെയുള്ള പ്രശ്നം ഇതിൻ്റെ ധാർമ്മികതയൊക്കെ സമ്പൂർണ്ണമായിട്ട് പോവുകയാണ്. ഇന്ന് ആവശ്യമുണ്ടോ നിങ്ങൾ അവരെ എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യണം, തൈലം പൂശി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരെയും ജമാഅത്തിനെടുക്കും, PDP എടുക്കും, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെടുക്കും, എല്ലാ ആളുകളെയും അനുകൂലമാക്കി കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് വെള്ളം പൂശുന്ന പ്രക്രിയയാണ് പല സ്ഥലത്തും നടക്കുന്നത്. അപ്പം നമ്മൾ പഴയ കാലത്തൊക്കെ കേട്ടിരുന്ന ഒരു ഇതെന്താണ്, ഈ വെള്ളപൂശിയ കുഴിമാടങ്ങളെ പോലെയായി ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലതല്ല രാഷ്ട്രീയത്തിന്. പക്ഷേ നമ്മൾ നല്ലതല്ല എന്നൊക്കെ പറയും എന്ന് മാത്രമല്ല, ഇവരെല്ലാം ഇതൊക്കെ തന്നെയാണ് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിലമ്പൂർ ഇലക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പ്രവചനം എന്ന് പറയുന്നത് അസാധ്യമായി തീരുകയാണ് ചെയ്യുന്നത്. അവസാനം എല്ലാ കുട്ടിക്കലാശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർന്ന് അവസാനം വെറും ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമായിട്ട് അത് മാറിത്തീർന്നാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന വോട്ടർമാരുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്.